ومن تكن برسول الله نصرته إن تلقاه الأسد فيه آجامها تأجيمي ومن تكن نصرته ഒരാളുടെ സഹായമായാൽ ബിറസൂലില്ല അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ടായാൽ, അഥവാ ഒരാൾ സഹായം തേടുന്നത് അള്ളാഹുവിന്റെ റസൂൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടാണ്. ആ ഒരു അവിടുത്തെ സഹായം ഈ മനുഷ്യന് കിട്ടുന്നുമുണ്ടെങ്കിൽ ഇൻ തൽഖഹുൽ ഉസ്ദു സിംഹങ്ങൾ ഇവനെ കണ്ടുമുട്ടിയാലും ഫി ആജാമിഹ ആ സിംഹത്തിന്റെ കാട്ടിൽ വെച്ച്, സിംഹത്തിന്റെ ഗുഹയിൽ വെച്ച് സിംഹങ്ങൾ ഈ മനുഷ്യനെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹായം കിട്ടുന്ന മനുഷ്യനെ കണ്ടുമുട്ടിയാലും ശരി, തജിമി ആ സിംഹങ്ങൾ ശാന്തത പാലിച്ച് മൗനികളായി അവിടെ ഇരിക്കേയുള്ളൂ. ഒന്നും ഇവനെ ആക്രമിക്കാൻ ആ സിംഹങ്ങൾ തുനിയൂല. സിംഹം അതിന്റെ കാട്ടിൽ എന്ന് പ്രത്യേകം പറയാൻ കാരണം, സിംഹം പുറത്തിറങ്ങിയാൽ നാട്ടിൽ വന്നാലുള്ളതിനേക്കാൾ അപകടകാരിയാണ് അതിന്റെ മടയിലിരിക്കുമ്പോൾ. അതല്ലെങ്കിൽ അതിന്റെ ടെറിറ്ററിയിൽ ആ സിംഹം ഉണ്ടാകുമ്പോൾ അത് അതിന്റെ അക്രമം ഒന്നുകൂടെ ഇരട്ടിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ പോലും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹായത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, മുത്തനബിയുടെ നോട്ടം കിട്ടിയ ഒരു മനുഷ്യൻ, അവനെ ആ അക്രമകാരിയായ സിംഹം പോലും ഒന്നും ചെയ്യൂല. ഇതിവിടെ പറയാനുള്ള കാരണം, സ്വഹാബത്ത് ഈ രൂപത്തിലുള്ള വലിയ വിജയങ്ങളൊക്കെ കരസ്ഥമാക്കുന്നത്, സമര പോരാട്ടങ്ങളൊക്കെ വിജയിക്കുന്നത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹായമുള്ളത് കൊണ്ടാണ് എന്ന് തെളിയിക്കാനാണ്. അതുപോലെ തന്നെ ഇതിനോടനുബന്ധമായി ചേർത്തു പറയാൻ പറ്റുന്ന ഒരു ചരിത്രം നമുക്ക് കാണാൻ കഴിയും. അഥവാ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖാദിമായിരുന്നു സഫീന റളിയല്ലാഹു അൻഹ. അവിടുന്ന് ഒരു കപ്പൽ യാത്രക്കിടെ കപ്പൽ നശിക്കുകയും അങ്ങനെ കിട്ടിയ ഒരു പലകയുടെ ഒരു മരക്കഷ്ണത്തിന്റെ മുകളിൽ അദ്ദേഹം നിലയുറപ്പിച്ച് അവസാനം ഒഴുകി കരക്കടിയുകയാണ്. കരക്കടിഞ്ഞു നോക്കുമ്പോൾ അത് വലിയ സിംഹങ്ങളുള്ള വലിയ ഒരു കാടാണ്. അങ്ങനെ ആ കാട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു സിംഹത്തിന്റെ മുമ്പിൽ അകപ്പെടുന്നു. ആ സമയത്ത് സഫീന പറയുന്നുണ്ട്, ഓ സിംഹമേ, ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ പരിചാരകനാണ് എന്ന് പറയുമ്പോൾ ചാടി വീഴാൻ ശ്രമിച്ചിരുന്ന സിംഹം അവിടെ തലതാഴ്ത്തിയിരിക്കുകയാണ്. അതിനുശേഷം സഫീന റളിയല്ലാഹു അൻഹുവിനെ ആ സിംഹം അനുഗമിക്കുകയും കാടിന് പുറത്തേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യാം. അപ്പൊ ഈ സംഭവത്തിലേക്കുള്ള ഒരു സൂചന കൂടെയാണ് ഈ വരി എന്ന് മഹാന്മാർ വ്യാഖ്യാനിക്കുന്നത് കാണാൻ കഴിയും. ഏതായിരുന്നാലും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹായം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തോ നാളെ ആഖിറത്തിലോ പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല.